Hi dear aspirants, welcome to Aspire Defense. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. പലർക്കും ഈ ഒരു എൻട്രിയെ കുറിച്ച് അറിയില്ല. സോ നമുക്ക് ആ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ദിസ് ഇസ് അബൌട്ട് RVC, Renowned Veterinary Corps of Indian Army 2026 എൻട്രിയാണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ എൻട്രിയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രിയാണ്. സോ എന്താണ് RVC? നമുക്ക് അതൊന്ന് നോക്കാം. എന്താണ് RVC എന്നത്? ഓക്കെ, റിമൗണ്ട് വെറ്ററിനറി കോർപ്സ് എന്നത് ഇന്ത്യൻ ആർമിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, റെജിമെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും, ഇമേജ് കാണാൻ പറ്റും അല്ലേ? ഇത് റിമൗണ്ട് വെറ്ററിനറി കോർപ്സിലെ ഒരു ഓഫീസറാണ്, ക്യാപ്റ്റൻ റാങ്കിൽ വരുന്ന ഓഫീസറാണ്. സോ ബേസിക്കലി ഇന്ത്യൻ ആർമിയിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട് അല്ലേ? ഡോഗ്സ് ഉണ്ട്, ക്യാമൽസ് ഉണ്ട്, മ്യൂൾസ് ഉണ്ട്. സോ ഇവരൊക്കെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു റെജിമെൻ്റ് ആണ്, ഒരു ഗ്രൂപ്പാണ് RVC, റിമൗണ്ട് വെറ്ററിനറി കോർപ്സ്. സോ ആർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? വെറ്ററിനറി ഡോക്ടേഴ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ ഫാമിലിയിലുള്ള വെറ്ററിനറി ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വെറ്ററിനറി ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ബിക്കോസ് അവർക്ക് ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആവാൻ, കമ്മീഷൻ റാങ്കിൽ ഓഫീസർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് RVC എൻട്രി. ഓക്കെ, സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി ഇതിനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ സോ 95th ഷോർട്ട് സർവീസ് കമ്മീഷൻ കോഴ്സാണ്, നോട്ടിഫിക്കേഷനാണ് RVCയിൽ വന്നിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനുണ്ട്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. ഓക്കെ, രണ്ട് പേർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് ലൈനാണ്: ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ക്വാളിഫൈഡ് മാരീഡ് ഓർ അൺമാരീഡ് മെയിൽ വെറ്ററിനറി ഗ്രാജുവേറ്റ്സ് ഫോർ ദ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇൻ റിമൗണ്ട് വെറ്ററിനറി കോർപ്സ് ഓഫ് ഇന്ത്യൻ ആർമി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ വെറ്ററിനറി ഡോക്ടേഴ്സ് ആണെങ്കിൽ, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ആർമിയിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, പലർക്കും ഒരു എന്താ പറയുക, ഏജ് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എൻട്രീസ് മിസ് ആവാറുണ്ട്. സോ അതിനുശേഷം അവർ ആലോചിക്കാറുണ്ട്, എനിക്ക് ഇങ്ങനെ ആർമിയിൽ ഓഫീസർ ആവാൻ പറ്റും, എനിക്ക് ആ യൂണിഫോം എങ്ങനെ പ്രസ്റ്റീജിയസ് ആയ യൂണിഫോം ധരിക്കാൻ പറ്റുന്നൊക്കെ ഒരു തോട്ട് വരാറുണ്ട്. സോ നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. നമുക്കിതിൻ്റെ കൂടുതൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് ഇത് ഞങ്ങളുടെ പ്രൗഡ് സ്റ്റുഡൻ്റ് ആണ് ഡോക്ടർ സച്ചിദാനന്ദൻ. ഓക്കെ, സോ നൗ ഹി ഈസ് ഇൻ RVC, റിമൗണ്ട് വെറ്ററിനറി കോർപ്സ് ഓഫ് ഇന്ത്യൻ ആർമി. ക്യാപ്റ്റൻ റാങ്കിൽ കമ്മീഷൻഡ് ആയിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, കഴിഞ്ഞ തവണത്തെ 2025 RVCയിൽ എൻട്രിയിലൂടെ ജോയിൻ ചെയ്ത ആളാണ്. ഓക്കെ, അദ്ദേഹം മീററ്റിലെ RVC കോളേജ് കണ്ടോൺമെന്റിൽ വെച്ചിട്ട് ട്രെയിനിങ് ഒക്കെ കമ്മീഷൻ ചെയ്തു. ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങളും ഒരു വെറ്ററിനറി ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്കും ആർമിയിലേക്ക് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, എൻട്രിയാണ് ഇത്. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഏജ് ലിമിറ്റ്, ഏതൊക്കെ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. സോറി, ഓക്കെ, 21 to 32, 21 മുതൽ 32 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ഏജ് വരുന്നതെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. മാത്രമല്ല കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ വെറ്ററിനറി സയൻസ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതിൻ്റെ കുറച്ചും കൂടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, നമുക്കത് വഴിയെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് 21 to 32 ഇയേഴ്സ്, നിങ്ങൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾ ഏജ് പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളൊരു ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് സർവീസ് കമ്മീഷന് നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ, ഇത് ഷോർട്ട് സർവീസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ ആണ്, പക്ഷേ നിങ്ങൾക്ക് പെർമനന്റ് കമ്മീഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 30 വയസ്സിന് താഴെയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ 30 ഇയേഴ്സിന് നിങ്ങൾ താഴെയാണ് നിങ്ങൾ ഏജ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് കമ്മീഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ എലിജിബിൾ ആണ്. മാത്രമല്ല അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് പെർമനന്റ് കമ്മീഷൻ ഒരു എക്സാം ഉണ്ട്, RVC കണ്ടക്ട് ചെയ്യുന്ന ആ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, നിങ്ങൾ 30 വയസ്സിന് താഴെ ആയിരിക്കണം, നിങ്ങൾ എക്സാം ക്വാളിഫൈ ചെയ്യണം, എങ്കിൽ നിങ്ങൾ പെർമനന്റ് കമ്മീഷൻ എലിജിബിൾ ആണ്. വേറെ പ്രശ്നമില്ല, വേറെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഓക്കെ, നിങ്ങൾ വെറ്ററിനറി സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ RVCയിൽ പെർമനന്റ് കമ്മീഷൻ നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ, സോ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഷോർട്ട് സർവീസ് കമ്മീഷൻ എൻട്രി മാത്രമല്ല, നിങ്ങൾക്ക് 30 ഇയേഴ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. 21 to 32 ഇയേഴ്സ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ഷോർട്ട് സർവീസ് കമ്മീഷനായിട്ട് നിങ്ങൾ കമ്മീഷൻ ചെയ്യുന്നു. അതിനുശേഷം കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 30 വയസ്സിൽ താഴെയാണെങ്കിൽ നിങ്ങൾ പെർമനന്റ് കമ്മീഷന് എലിജിബിൾ ആണ്. എങ്ങനെ? ഒരു എക്സാം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ എക്സാം ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പെർമനന്റ് കമ്മീഷൻ എലിജിബിൾ ആണ്. സോ ഇതാണ് ഏജ് വൈസിൽ വരുന്ന കാര്യങ്ങൾ. നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം.
ഓക്കെ, ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ. ഓക്കെ, സോ a candidate must possess Bachelor of Veterinary Science degree from any of the recognized Indian university or the equivalent foreign degree. ഓക്കെ, സോ നിങ്ങളൊരു വെറ്റിനറി സയൻസ് ഡിഗ്രി ഹോൾഡ് ചെയ്യാനുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. മാസ്റ്റേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ബാച്ചിലേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് രണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മാത്രമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ സമയത്ത് പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെർമനന്റ് കമ്മീഷനും നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ വെറ്റിനറി ഡോക്ടേഴ്സും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഇവർക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇനി ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യാം? ഞാൻ ഇത്രയും സമയം ഇതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞു, ഏജ് ലിമിറ്റ് ഒക്കെ പറഞ്ഞു. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ joinindianarmy.nic.in ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, നമ്മൾ ഏത് എൻട്രി എടുത്തു കഴിഞ്ഞാലും നോൺ കമ്മീഷൻ റാങ്ക് ആണെങ്കിൽ കമ്മീഷൻ റാങ്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് joinindianarmy.nic.in. സോ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാം. അതിനുശേഷം അവിടെ ഒരു പ്രൊഫൈൽ ക്രിയേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും, ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക, അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, നമ്മൾ ഇത്രയും സമയം എലിജിബിലിറ്റി പറഞ്ഞു, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയർ, അതിലെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്ക്രീനിങ് ആണ്. ഓക്കെ, ഇനീഷ്യൽ സ്ക്രീനിങ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഡയറക്ടർ ജനറൽ ഓഫ് RVC, റിമൗണ്ട് വെറ്റിനറി കോർപ്സ്. ഓക്കെ, ഇവരാണ് ഇനീഷ്യൽ സ്ക്രീനിങ് ചെയ്യുന്നത്. എന്താണ് ഇനീഷ്യൽ സ്ക്രീനിങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയ? എന്താണ്? നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ പെർസെൻറ്റേജ് ആണ്, അത് വെച്ചിട്ടാണ് നിങ്ങൾ സ്ക്രീനിങ് ചെയ്യുന്നത്. ആരാണ് സ്ക്രീൻ ചെയ്യുന്നത്? ഡയറക്ടർ ജനറൽ ഓഫ് RVC. സോ നിങ്ങൾ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് SSB ഇൻ്റർവ്യൂ. SSB ഇൻ്റർവ്യൂവിനെ കുറിച്ച് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. സോ SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 5 days പ്രൊസീജിയർ ആണ്, ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ 15 ക്വാളിറ്റീസ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുണ്ടോ, അതായത് നിങ്ങൾ ഓഫീസർ ആവാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത്. ഫസ്റ്റ് ഡേ സ്ക്രീനിങ് ടെസ്റ്റ്, സെക്കൻഡ് ഡേ സൈക്കോളജി ടെസ്റ്റ്, ഡേ 3 ഡേ 4 GTO എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ടാസ്ക്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു 1-on-1 ഇൻ്റർവ്യൂ വിത്ത് ഇൻ്റർവ്യൂയിങ് ഓഫീസർ, ഫൈനൽ ഡേ കോൺഫറൻസ് ഡേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ 5 days നടക്കുന്നത്. സോ നമുക്ക് ആർമി നേവി എയർഫോഴ്സ് ഓഫീസർ ആണെങ്കിൽ നമ്മൾ SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തേ മതിയാവും. ഓക്കെ, സോ ഇതാണ് RVCയിലാണെങ്കിലും ഈ ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്. ഓക്കെ, SSB ഇൻ്റർവ്യൂ. സോ SSB ഇൻ്റർവ്യൂ റെക്കമെൻഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റ്. എല്ലാ ഡിഫൻസ് എൻട്രി എടുത്തു കഴിഞ്ഞാലും നിങ്ങളൊരു ഓഫീസർ ആണെങ്കിലും അല്ലെങ്കിൽ നോൺ കമ്മീഷൻ റാങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിലും മെഡിക്കൽ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തേ മതിയാവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റ്. സോ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് RVCയിൽ ജോയിൻ ചെയ്യാം. വിതിൻ 4 months കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കമ്മീഷൻഡ് ആയിട്ട് മാറും, ക്യാപ്റ്റൻ റാങ്കിൽ. ഓക്കെ, ഇതാണ് സെലക്ഷൻ പ്രൊസീജിയർ. ഓക്കെ, ഇനീഷ്യൽ സ്ക്രീനിങ്, SSB ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്താണ്? SSB ഇൻ്റർവ്യൂ. ഓക്കെ, വളരെ ടഫായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, ഇൻ്റർവ്യൂ ആണ്. പക്ഷേ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റെക്കമെൻഡ് ആകാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ കൂടിയാണ്. സോ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ അടുത്ത സ്ലൈഡിൽ വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ആസ്പയർ ഡിഫൻസിന് SSB ഇൻ്റർവ്യൂ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. സോ നിങ്ങളുടെ മെൻറ്റർ അനിരുദ്ധ് സർ. ഓക്കെ, ഹിസ് എ UPSC CDS ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡർ ആൻഡ് ഹി ഗോട്ട് റെക്കമെൻഡഡ് മൾട്ടിപ്പിൾ ടൈംസ് ബൈ ദ സർവീസസ് സെലക്ഷൻ ബോർഡ്. ഓക്കെ, സോ നമ്മളുടെ ഒരു പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ നിരവധി ആൾക്കാർ വിവിധ എൻട്രികളിലൂടെ ഓഫീസറായിട്ട് മാറിയിട്ടുണ്ട്. RVCയിൽ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. സോ നിങ്ങൾ RVCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ RVCക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, RVCക്ക് വേണ്ടി മാത്രമാണ് ഇത്. സോ നിങ്ങൾ വെറ്റിനറി ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ SSBക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഞങ്ങളുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 7034561234. ഇതാണ് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ. സോ ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. സോ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനൽ, അവിടെ ഈ എൻട്രിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ടെലിഗ്രാം ചാനലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഞങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാം. നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു വരാം. നെക്സ്റ്റ്, ട്രെയിനിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ സർവീസ്. ഓക്കെ, വൺസ് നിങ്ങൾ റെക്കമെൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് എവിടെയാണ് നടക്കുന്നത്? സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഡീറ്റെയിൽഡ് ഓൺ പോസ്റ്റ് കമ്മീഷൻ ട്രെയിനിങ് അറ്റ് RVC സെൻറ്റർ ആൻഡ് കോളേജ് മീററ്റ്. ഓക്കെ, സോ നിങ്ങളെ ഓഫീസറായിട്ട് റെക്കമെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ട്രെയിനിങ് നടക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RVC കോളേജ് മീററ്റിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ട്രെയിനിങ്. 4 months ട്രെയിനിങ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് 4 months കൊണ്ട് തന്നെ നിങ്ങൾ ക്യാപ്റ്റൻ റാങ്കിലേക്ക് പ്രൊമോട്ടഡ് ആവും. ഓക്കെ, കാൻഡിഡേറ്റ് വിൽ ബി കമ്മീഷൻഡ് ഇൻ ദ റാങ്ക് ഓഫ് ക്യാപ്റ്റൻ.
ഓക്കെ, സോ അതാണ് ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ഡോക്ടേഴ്സിന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ MBBS ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം വെറ്റിനറി കോറിലാണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ്ലി ക്യാപ്റ്റൻ റാങ്കിലേക്ക് പ്രൊമോട്ട് ആവുന്നത് 3 stars ഇൻ യുവർ ഷോൾഡർ. ബാക്കി എല്ലാ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം NDA ത്രൂ ആർമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ CDS ത്രൂ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ടെക്നിക്കൽ എൻട്രീസ് ആണെങ്കിലും ഓക്കെ SSC ടെക് ആണെങ്കിലും TGC ആണെങ്കിലും ഇന്ത്യൻ ആർമി 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം ഒക്കെ ആണെങ്കിലും അവർ ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യുന്നത് ലെഫ്റ്റനന്റ് റാങ്കിലാണ്, സ്റ്റാർട്ടിംഗ് റാങ്കിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് തൊട്ട് മേലെ ക്യാപ്റ്റൻ റാങ്കിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. സോ അതൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെതായ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് സർവീസിലും കിട്ടുന്നുണ്ടാവും, പേ സ്കെയിലും കിട്ടുന്നുണ്ടാവും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു സംശയമില്ല. ക്യാപ്റ്റൻ റാങ്കിലേക്ക് നിങ്ങൾക്ക് പ്രൊമോട്ടഡ് ആവും. നിങ്ങളുടെ പേരിൻ്റെ കൂടെ ക്യാപ്റ്റൻ എന്ന റാങ്ക് കൂടി വരും. ഓക്കെ, സോ ഡോക്ടർ മാത്രമല്ല ക്യാപ്റ്റനും കൂടി ഉണ്ടാവും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ മേജർ, ലെഫ്റ്റനന്റ് കേണൽ വരെ മിനിമം എന്തായാലും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് പെർമനന്റ് കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ട്രെയിനിങ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നത്. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലാസ്റ്റ് ഡേറ്റ്, ഡെഡ് ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. joinindianarmy.nic.in ആണ് വെബ്സൈറ്റ്. സോ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? 18th May ആണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, സോ ഒരുപാട് സമയം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ നോക്കുക, എന്നിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 18th May ആണ്. അപ്പോൾ സമയം കളയാൻ പാടില്ല, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ആ ഒരു വേക്കൻസി നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ടത് joinindianarmy.nic.in ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, 18th May ആണ് ലാസ്റ്റ് ഡേറ്റ്. ഈ വെബ്സൈറ്റിലൂടെ പെട്ടെന്ന് തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ RVCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, SSB ഇന്റർവ്യൂ മെന്റർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം 7034561234. ഓക്കെ, സോ ഈ സെയിം നമ്പർ വാട്സാപ്പ് ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാ ലിങ്ക്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ. സോ നിങ്ങൾക്ക് അതൊന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ആർമി RVC 2026 എൻട്രിയെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിലും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ന്യൂസസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. സോ നിങ്ങളിത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ചാനൽ. നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനും കൂടി ആയിട്ട് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത RVC ആയിരുന്നു. അതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ പുതിയ വീഡിയോ സീരീസ് ആയിട്ട് വരുന്നുണ്ട്. സോ അതുവരെ നമുക്ക് കാണാം. ജയ് ഹിന്ദ്.